നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങി ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറയുന്നത് നമ്മൾ കാണാൻ സാധിക്കും. മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഓപ്പൺ ആകും. അതുപോലെ തന്നെ ഗാലറിയിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സ്ലോ ആയിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റാം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫോണിനകത്ത് കുറേ ഡാറ്റകൾ നമ്മുടെ റാം ഉപയോഗിച്ച് തീർക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കുറേ ഫയലുകളുണ്ട്. നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മൊബൈൽ ഫോൺ നല്ല സ്പീഡ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2-3 മെത്തേഡാണ് കാണിക്കുന്നത്. പ്രധാനമായിട്ടും ഒന്ന് ഗൂഗിളിനകത്താണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോണിനകത്ത് ഡാറ്റകൾ എക്സ്ട്രാ ഫയലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോണിനകത്തുള്ള ആപ്പുകളിലും അതുപോലെ തന്നെ ഗാലറിയിലുമാണ്. എന്നാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു ഫയൽ നമ്മുടെ ഫോണിനകത്തുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഇത് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ സൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഈ മൊബൈൽ ഫോൺ വാങ്ങിയത് മുതൽ ഇതുവരെ നമ്മൾ ഉപയോഗിച്ച എല്ലാ ഫയലുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറി, ഏതൊക്കെ വെബ്സൈറ്റിൽ എത്രത്തോളം ഡാറ്റകൾ സേവ് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളൊരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ആ വെബ്സൈറ്റിൽ നമ്മളറിയാത്ത കുറേ ഫയലുകൾ ഈ ഫോൺ സേവ് ചെയ്ത് വെക്കും. അത് കുക്കീസ് ഫയലുകളായിട്ട് സേവ് ചെയ്യും. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ വെബ്സൈറ്റിൻ്റെ പേരിന് താഴെ കുക്കീസ് എന്ന് കാണാൻ സാധിക്കും. നമ്മളുടെ ഡാറ്റകളാണ് ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ലാസ്റ്റ് ഹവർ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം കാണുന്ന ഓൾ ടൈംസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡാറ്റകൾ മൊത്തത്തിൽ ക്ലീൻ ആകുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ ഇതുപോലെ ടിക്കുമാർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ടിക്കുമാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സേവ്ഡ് പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഫോണിനകത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കുറേ സോഷ്യൽ മീഡിയ കുറേ പാസ്വേഡുകൾ ഉണ്ടാവും. അതൊക്കെ ഇതിനകത്ത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇവിടെ വേണ്ടത് മാത്രം ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓർക്കുക, ഇത് മുഴുവനായിട്ട് ക്ലിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഡാറ്റയും ക്ലീൻ ചെയ്ത് നമ്മുടെ ഫോണ് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് കൂടി ഇതിനകത്തുണ്ട്. ഇതേ ഒരു ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഡാറ്റകൾ കിടപ്പുണ്ട്. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്രോമിലേക്ക് വരുമ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ചെറിയൊരു ബോക്സ് കാണും. ഈ ചെറിയ ബോക്സിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റയും കാണാൻ സാധിക്കും. ഈ ഡാറ്റ നമുക്കിവിടെ വെച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫോണിന് നല്ല സ്പീഡ് കിട്ടും. കാരണം ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഡാറ്റകൾ തീർത്ത് കളയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇൻആക്റ്റീവ് ഐറ്റംസ് എന്നുള്ള മുകളിൽ ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലോസ് ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും ക്ലീൻ ചെയ്ത് കളയാൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്തുള്ള നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ ഫയലുകളും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ ഒരു സെറ്റിങ്സ് കൂടെ അതിനകത്ത് കാണിച്ചുതരാം. നമ്മുടെ വാട്സപ്പിനകത്താണ് ആ സെറ്റിങ്സ് ഉള്ളത്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഏകദേശം എൻ്റെ ഫോണിനകത്ത് 9.5 GB, അതായത് ഏകദേശം 10 GB ഡാറ്റ ഇവിടെ വാട്സപ്പിനകത്തുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ലാർജ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള ലാർജ് ഫയലുകൾ മൊത്തത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രം അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിനകത്ത് നിന്ന് ഒരു വലിയൊരു GB ഫയൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഫോണിനകത്തൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.